ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യണം. അപ്പോൾ എന്താ കാര്യമെന്ന് ഞാനിപ്പോൾ പറയണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കാരണം ഇപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് എന്താണ് സ്പെഷ്യൽ ഡേ എന്ന് ഞാൻ പറയാം. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള മാങ്ങോട്ട് അമ്പലം മുരുകൻ്റെ ക്ഷേത്രമാണ്. അവിടേക്കാണ് കേട്ടോ ഞാൻ പോയത്. അമ്പലത്തിലൊക്കെ പോയി വന്നേക്കാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളുടെ 5ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അമ്മയും അനിയനൊക്കെ അമ്മയും തക്കുടൊക്കെ പറഞ്ഞു അളിയനോട് വരാൻ പറ, വന്ന് ഇന്നിവിടെ നിൽക്കാൻ പറയും, നാളെ പോകാൻ പറയാം. നാളെ ഇനിയിപ്പം ചായ ചോറ് സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും വയ്ക്കില്ല. അമ്മ ജോലിക്ക് പോകണ്ടല്ലോ, അപ്പോൾ പറഞ്ഞിട്ടാണ് പോയത്. ഉച്ചത്തേക്കൊന്നും സ്പെഷ്യലോ അങ്ങനെ കാര്യമായിട്ടൊന്നും വെക്കേണ്ട, കുറച്ച് ചോറിട്ട് വെച്ചാൽ മതി, വൈകിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ വൈകിട്ടേ അറിയുള്ളൂ. എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്നലെ തക്കുടും അമ്മയും കൂടെ എന്തോ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ വല്ലാണ്ട് ചെവി കൊടുക്കാനും പോയിട്ടില്ല. അങ്ങനെ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇനി ഓരോന്ന് വരുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാം. കുഞ്ഞാ, നമ്മുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ. പറഞ്ഞ് ചെയ്യിപ്പിച്ചെന്ന് തോന്നില്ലല്ലേ, കാരണം നാച്ചുറലായിട്ട് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. ചേട്ടനൊരു ഉമ്മ കൊടുത്തേ, ചേട്ടനൊരു ഉമ്മ കൊടുക്ക്. ചേട്ടന് ഇന്നത്തെ ചായ കുടിക്കാൻ ഇരിക്കുകയാണ്. ഹസ്ബൻഡ് വന്ന നേരത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ കണ്ടില്ല വരുന്നത്. വന്നകത്ത് എത്തിയപ്പോഴാണ് കണ്ടേ. പിന്നെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇരുത്തി. പത്തിരിയും മുട്ടക്കറിയൊക്കെയാണ്. അച്ഛമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രണ്ടുപേരും ഒരുമിച്ച് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ്. 11:45 ഷോയ്ക്കാണ് പോകുന്നത്. ഗുരുവായൂർ ദേവകി സിനിമാസിലാണ് കേട്ടോ സിനിമയ്ക്ക് പോകണേ. എന്ത് ചിരി പറഞ്ഞേ, പറഞ്ഞേ ടാറ്റ കൊടുത്തേ. ടാറ്റ. ആവേശം മൂവി ഞാൻ ഇറങ്ങിയ സമയത്ത്, അതായത് വിഷുവിന് തന്നെ കാണണം എന്ന് ഞാൻ പറഞ്ഞ് ധൃതി വെച്ചിരുന്ന സംഭവമാണ്. പക്ഷെ ഇപ്പോഴാണ് കാണാനുള്ളൊരു ടൈമായെന്ന് തോന്നണു. അങ്ങനെ സിനിമയ്ക്കൊക്കെ കയറി. ദേവകി സിനിമ സ്റ്റുഡിയോ 1-ലായിരുന്നു. നമ്മൾ മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മൂഡായിരുന്നു അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ ഹിപ്സ്റ്ററിനെ അറിയാത്തൊരു വളരെ ചുരുക്കമായിരിക്കുമല്ലോ. അവൻ്റെ ഒരു ഇൻട്രൊഡ്യൂസിങ് സിനിമ കൂടിയാണിത്. ഇതെല്ലാം നല്ല അടിപൊളി പടമായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കണ്ടോളൂ കേട്ടോ. സൂപ്പർ സാധനമാണ്. നമ്മളവിടെ നിന്ന് ഇറങ്ങി സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞ്, ഇത് നമ്മുടെ പാലയൂർ പള്ളിയാണ് കേട്ടോ. ചാവക്കാട് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ പള്ളി ഉള്ളത്. അങ്ങനെ ഇനി വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന നേരത്തുണ്ട് എൻ്റെ മാമൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് അതുവഴി ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കയറിയതാണ് വീട്ടിലേക്ക്. അധികമൊന്നും അവൻ നിന്നില്ല, കൂടിപ്പോയി ഒരു അരമണിക്കൂർ എങ്ങനെ വീട്ടിലൊന്ന് നിന്ന് സംസാരിച്ചൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. കോട്ടയത്താണ് മാമൻ്റെ വീട്. അപ്പോൾ ഇപ്പോഴും കാണുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഇവൻ ഇതുവഴി വന്നപ്പോൾ ജസ്റ്റ് കയറി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ടങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അവൻ വേഗം തന്നെ പോയി കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു ചെമ്മീൻ ബണ്ടുണ്ട്.
അപ്പോൾ കുറച്ച് നേരമായി പുഴയിൽ വഞ്ചിയിൽ രണ്ടാൾക്കാർ ഇങ്ങനെ കിടന്ന് ചുറ്റി കളിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും മനസ്സിലായത് നമ്മുടെ ഇവിടെ തനിയന്മാർ തന്നെയായിരുന്നു. അയ്യോ, അത് ഉണ്ണിക്കുട്ടനല്ലേ? ക്രാബ്. പുഴയിൽ റിങ് ഇട്ടിട്ട് ഞണ്ട് പിടിക്കാന്നുള്ള പരിപാടിയാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് മുൻപ് കുറച്ച് ഞണ്ടൊക്കെ കിട്ടിയിട്ട് ഒരുത്തൻ്റെ കയ്യിൽ അത് വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് വിട്ടു. അപ്പോൾ ഇത് കുറച്ച് കിട്ടിയിട്ട് നമുക്ക് കാണിച്ചു തന്നു. ഇനി ഇത് അടുത്ത ട്രിപ്പ് റിങ് അവർ ഒരു 8-10 റിങ് ഇപ്പോൾ പുഴയിൽ ഇട്ടുണ്ടാവും. ഇനിയിപ്പോൾ അത് എടുക്കാൻ പോകുമ്പോൾ അതിലും കാണാം ഇനി ഞണ്ടുകളൊക്കെ കുടുങ്ങിയിട്ടുള്ളത്. അവളങ്ങോട്ട് നോക്കിയിരിക്കുക. എനിക്ക് വഞ്ചി കയറണം എന്നൊക്കെ നിർബന്ധം പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കി വഞ്ചിയിലേക്ക്. പക്ഷെ അവനോട് ഇരിക്കാൻ പേടിയായിരുന്നു, കാരണം തൊട്ടടുത്ത് തന്നെ ഞണ്ട് ഓടി കളിക്കുന്ന തന്നെ അവന് നല്ല പേടിയായിരുന്നു അവിടെ ഇരിക്കാൻ. തിരിച്ച് വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ആളും എൻ്റെ അനിയനും കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അളിയനെ വിളിച്ചിട്ട് പോയതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ചെറിയൊരു പരിപാടി, ഒരു കേക്ക് കട്ടിങ്. ചെറിയൊരു കേക്ക്, ഒരു 1/2 kg കേക്കുള്ളൂ കേട്ടോ. ചെറിയൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് ഓൾറെഡി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഫുഡ് ഉച്ചയ്ക്കുള്ളത് കുറച്ച് വെച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ വൈകിട്ടത്തേക്ക് എന്തായാലും വേറെ മേടിച്ചേക്കാണ്. അത് മന്തി, അൽഫാം മന്തി അങ്ങനെ എന്തോ ആണ് മേടിച്ചിട്ടുള്ളത്. അത് ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി അടുത്തത് കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോയിലേക്ക് കിടക്കാം.